നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടിയന്തര യോഗം ചേരുകയാണ്. നിലവിൽ ഓൺലൈനായാണ് യോഗം ചേരുന്നതെന്ന് വ്യക്തമാകുന്നു. വിവാദങ്ങളിൽ സംഘടനയുടെ പ്രതികരണം ഉടനുണ്ടാകും. കൂടുതൽ അംഗങ്ങൾ രാജിസന്നദ്ധത അറിയിച്ചു, പക്ഷേ നേതൃത്വം ആ രാജി സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി അഭിനേതാക്കളുടെ സംഘടനയിൽ ഉണ്ടാകുന്നു. അശ്വിൻ പാലാഴി നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, എന്താണ് നിലവിൽ അമ്മയിലെ ഇപ്പോഴത്തെ സാഹചര്യം? ഈ യോഗം ഇപ്പോഴും തുടരുന്നുണ്ടോ? ആരൊക്കെയാണ് ഈ രാജി സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്? പ്രജിൻ, താരസംഘടനയായ അമ്മയിൽ ഒരു പൊട്ടിത്തെറി എന്നല്ല, വലിയൊരു ഭൂകമ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ 2 ദിവസമായി സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അമ്മയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്നുണ്ടായിരുന്നു. പല പൊട്ടിത്തെറികളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. പലരും രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. ആ രാജ്യസന്നദ്ധതയാണ് ഇന്ന് ഒരു ഔദ്യോഗിക രാജിക്കത്ത് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പോകുന്നത്. എന്തായാലും അതിന് സംഘടന തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അംഗങ്ങളോട് രാജിവെക്കരുത് എന്നുള്ളതാണ് സംഘടന ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഘടനയുടെ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നടക്കം പ്രമുഖരായ പല താരങ്ങളും രാജ്യസന്നദ്ധത അറിയിച്ച പ്രസിഡന്റ് മോഹൻലാലിനെ അടക്കം സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിൽ വലിയ അസംതൃപ്തനാണ് എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും കൂടുതൽ അംഗങ്ങൾ രാജിവെച്ചതിന് പിന്നാലെയാണ് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ഓൺലൈനായി ചേർന്നുകൊണ്ടിരിക്കുന്നത്. സംഘടന നിലവിലെ വിവാദങ്ങളിൽ എന്താണ് സംഘടനയുടെ ഔദ്യോഗിക നിലപാട് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അമ്മയുടെ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണവും നമ്മൾ നടത്തിയിരുന്നു. എന്തായാലും ആശയവിനിമയം തിരക്കിട്ട ചർച്ചകളെല്ലാം തന്നെ അമ്മയിൽ നടക്കുന്നുണ്ട്. എന്തായാലും രാവിലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി നമ്മൾ പുറത്തുവിട്ടിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അമ്മ ഒരുങ്ങുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. ഏകദേശം അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ബൈലോ പ്രകാരമാണെങ്കിലും ധാർമ്മികമായാണെങ്കിലും നിലവിലെ നേതൃത്വത്തിന് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ആദ്യം ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ ഗുരുതര ലൈംഗിക ആരോപണം വരുന്നു. അദ്ദേഹം അമ്മയുടെ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു. അതിന് പകരം സിദ്ദിഖിന് പകരം ചുമതല ഏറ്റെടുത്തത് ബാബുരാജാണ്. ബാബുരാജിനെതിരെയും ലൈംഗിക ആരോപണം വരുന്നു. അത് പോലീസിൽ പരാതിയായി വരുന്നു. അദ്ദേഹം രാജിവെക്കണം എന്നുള്ള ആവശ്യം ഇന്നലെ തന്നെ അമ്മയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്റെ നിരപരാധിത്വം തെളിയിച്ച ശേഷം സംഘടനയിൽ നിന്ന് രാജിവെക്കാമെന്നുള്ളതായിരുന്നു ബാബുരാജിന്റെ നിലപാട് എന്നുള്ളതാണ് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചതായി നമ്മൾ അറിയുന്നത്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിഷേധം അമ്മയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധമാണ് ഇപ്പോൾ അണപൊട്ടി പുറത്തേക്ക് വരുന്നത്. ഈ രാജ്യസന്നദ്ധത അറിയിച്ച താരങ്ങൾ അല്ലെങ്കിൽ അംഗങ്ങൾ, അമ്മയിലെ അംഗങ്ങൾ രാജി സ്വീകരിക്കുന്നില്ല എന്ന് കൂടി പറയുന്നു നേതൃത്വം. പക്ഷേ നേതൃനിരയിൽ തന്നെ 2 അഭിപ്രായങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിൽ കൃത്യമായ അഭിപ്രായം പറയാൻ പോലും പറ്റാത്ത രീതി ഇപ്പോൾ ആ നേതൃനിരയിൽ തന്നെയുണ്ട്. അപ്പോൾ നിലവിൽ ആ സംഘടനയുടെ അവസ്ഥ എങ്ങോട്ടാണ്? ഈ പോക്ക് അതെങ്ങോട്ടാണ്? മാത്രമല്ല, ഈ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? നേരത്തെ തന്നെ മോഹൻലാൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നൊക്കെ നേരത്തെ അറിയിച്ചതാണല്ലോ. അപ്പോൾ ഈ അടിയന്തര എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾ ആരൊക്കെയാണ്? ഇതിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്നൊക്കെ വിവരങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ടോ? നമ്മൾ അറിയുന്നത് വെച്ചിട്ട് ജഗദീഷ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം ബാബുരാജ് ഓൺലൈനായി അദ്ദേഹം ഈ യോഗത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. അതടക്കമുള്ള പ്രധാനപ്പെട്ട, അതായത് 6 എക്സിക്യൂട്ടീവ് യോഗത്തിന് പുറമെ, കമ്മിറ്റിക്ക് പുറമെയുള്ള 6 പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അതിൽ 4 പേർ യോഗത്തിൽ പങ്കെടുക്കുന്നു. അതിന് പുറമെ എക്സിക്യൂട്ടീവിലെ 4 പേരും യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് ഷൂട്ടിംഗ് തിരക്കടക്കമുള്ള കാര്യങ്ങളിലായ ആളുകളെ, മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെ മൊബൈൽ ഫോണിൽ വിളിച്ചും കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഈ നേതൃസ്ഥാനത്ത് തുടരുന്നതിൽ മോഹൻലാൽ വിസമ്മതം പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് ഇത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട ഒരു നേതൃത്വത്തെ നയിച്ചുകൊണ്ട് പോകുന്നതിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് അദ്ദേഹം മുതിർന്ന ചില താരങ്ങളോട് ആശയവിനിമയം നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇന്ന് ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അത് പോലീസിലേക്ക് പരാതിയായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ ബൈലോയിൽ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സംഘടന നേതൃത്വത്തിന്റെ പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അമ്മ എന്ന സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടെങ്കിൽ, അതിന്റെ സുഗമമായ നടത്തിപ്പിന് തടസ്സമാകുന്നുണ്ടെങ്കിൽ ആ സംഘടനയുടെ നേതൃത്വം പിരിച്ചുവിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നുള്ളതാണ് ആ ബൈലോയിൽ പറയുന്നത്. ആ ബൈലോ പ്രകാരം തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ ഘട്ടത്തിലേക്ക്, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തുകൊണ്ടാണ്? നേരത്തെ തന്നെ ഏതെങ്കിലും രീതിയിൽ അമ്മ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോവുക, നല്ല രീതിയിൽ നേരെയുള്ള തീരുമാനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിതാ അംഗത്തെ പരിഗണിക്കുക, ആ രീതിയിൽ നിലവിലെ വിവാദങ്ങൾക്ക് അല്പമെങ്കിലും ഒരു അയവ് വരുത്തുക, ഇത്തരം നീക്കങ്ങളൊക്കെ അണിയറയിൽ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്തുകൊണ്ടാണ്? ഈ രാജ്യസന്നദ്ധത അറിയിച്ച അംഗങ്ങളിൽ പ്രമുഖരുണ്ടോ? അത്തരം വിശദാംശങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ?
പ്രജിൻ, നമ്മൾ അറിയുന്നത് വെച്ചിട്ട് ഇവരുടെ ഒരു ഫോർമുല, അതായത് ഈ പ്രശ്ന പരിഹാരത്തിന് അല്ലെങ്കിൽ പ്രതിസന്ധി നീക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർമുല എന്ന് പറയുന്നത് അമ്മയിലെ നിലവിൽ ഉള്ള സംഘടനയിൽ നിലവിലുള്ള നേതൃത്വത്തിലെ ആരോപണ വിധേയരായ ആളുകളെ മാറ്റി നിർത്തി നേതൃത്വം പുനഃക്രമീകരിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിതയെ കൊണ്ടുവരിക, ഒപ്പം മറ്റു സ്ഥാനങ്ങളിൽ ആരെങ്കിലും മാറുന്നു, അതായത് ആരോപണ വിധേയരായ ആളുകൾ മാറുമ്പോൾ അവിടേക്ക് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പുറമേ നിന്ന് ആളുകളെ എത്തിക്കുക എന്നുള്ളൊരു ഫോർമുല മുന്നോട്ട് വെച്ചിരുന്നു. ആ ഒരു ഫോർമുല പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അങ്ങനെ ഒരു പരിഹാര മാർഗനിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ കൂടുതൽ അംഗങ്ങളും അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. അതായത് ആകെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്ന നിലവിലെ അമ്മയുടെ നേതൃത്വവുമായി സഹകരിക്കാനോ അതുമായി മുന്നോട്ട് പോകാനോ ആരും തയ്യാറാകുന്നല്ലേ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. അതോടുകൂടിയാണ് കൂട്ടരാജിയിലേക്ക് അമ്മയുടെ നേതൃത്വം കടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് പുറമെ 506 അംഗ ഒരു ബോഡിയാണ് ഈ അമ്മയ്ക്കുള്ളത്, ജനറൽ ബോഡിയാണ് അമ്മയ്ക്കുള്ളത്. അതിൽ നിന്നും പ്രധാന താരങ്ങൾ അമ്മ എന്ന സംഘടനയിൽ നിന്ന് തന്നെ പൂർണ്ണമായും രാജി വെച്ചൊഴിയുന്നു എന്നുള്ള ഒരു ഭീഷണിയാണ് മുഴക്കിയത്. അതിലാണ് ഈ നിലവിലെ തീരുമാനങ്ങളെല്ലാം അല്ലെങ്കിൽ പരിഹാര ഫോർമുലകളെല്ലാം മാറ്റിവെച്ച് ഒരു പുതിയ തീരുമാനത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള ഒരു വഴിയിലേക്ക് നീങ്ങാൻ അമ്മ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിൽ രാജിവെച്ച ആളുകളുടെ പേരുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല, പക്ഷേ അത് വരും നിമിഷങ്ങളിൽ തന്നെ നമുക്ക് ലഭ്യമാകും. രാജ്യസന്നദ്ധത അറിയിച്ചത് ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ എന്തായാലും മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ ഈ നേതൃത്വവുമായി മുന്നോട്ട് പോകരുത് എന്ന